നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് രാവിലെ എണീച്ചത് നമുക്ക് ഫേസിൽ നല്ലൊരു ഓയിൽ മസാജ് കൊടുക്കാം. അത് സ്കിന്നൊന്ന് ടൈറ്റ് ആവാൻ സഹായിക്കും, നമുക്ക് ചുളിവുകൾ വരാതിരിക്കാൻ സഹായിക്കും, നമ്മളെ ഒന്ന് എന്താ പറയുക ഒരു പ്രായത്തിനെ ഒന്ന് കുറയ്ക്കാനൊക്കെ സഹായിക്കണം നല്ലൊരു പാക്കാണ്. അത് കഴുത്തിലാണെങ്കിലും മുഖത്താണെങ്കിലും ഒക്കെ നമ്മൾ നിങ്ങളൊരു ഡെയിലി എണീച്ചതും ഞങ്ങൾ എപ്പോഴും ഇപ്പോൾ 6 മണിക്ക് എണീക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 5:45 എണീക്കുക. അപ്പം ഞങ്ങൾക്ക് ഒന്ന് പല്ലൊക്കെ തേച്ച് നമ്മൾക്കൊന്ന് എന്താ പറയുക ഫ്രഷായി നമുക്കൊരു 10 മിനിറ്റിൻ്റെ ഒരു ഓയിൽ മസാജ് സ്കിന്നിന് കൊടുക്കുക. കൂടുതൽ നേരം കൊടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല, ഒരു 10 മിനിറ്റ് നമ്മുടെ സ്കിന്നിന് വേണ്ടി നമ്മൾ ടൈം ഒന്ന് ചിലവാക്കണത് ഏറ്റവും നല്ലതാണ്. കുറച്ച് പേര് പറഞ്ഞു കമൻറ്റ് വഴി ഇട്ടിട്ടുണ്ടായിരുന്നു, ദീപ പറഞ്ഞ പോലെ ചെയ്യുന്നത് കൊണ്ട് തന്നെ സ്കിന്നിലത്തെ അവരുടെ മുഖത്ത് നിറച്ച് ഡീപ്പ് പിഗ്മെൻറ്റേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ലൈറ്റായി വരുന്നുണ്ട്. അവർ ഓയിൽ മസാജ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഞാൻ പറയുന്ന പാക്കുകൾ ഇടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. ഞാൻ എപ്പോഴും പറയാറുണ്ട് വീഡിയോയുടെ ലാസ്റ്റിൽ നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് എങ്ങനെയാണോ അത് നിങ്ങൾ കമൻറ്റ് വഴി അറിയിക്കുകയാണ് വെച്ചാൽ എനിക്ക് ഭയങ്കര സന്തോഷമാവുന്നു. അപ്പോൾ ഉറങ്ങി എണീച്ചത് നമുക്ക് ചെയ്യാൻ പറ്റിയതാണ് ഞാനിപ്പോൾ കാണിച്ചു തരുന്നത്. ഡെയിലി ചെയ്യണത് ഏറ്റവും നല്ലതാണ്. ഇപ്പോൾ കുറേയായിട്ട് ഞാൻ ഡെയിലി ഒന്നും ചെയ്യാറില്ല, പക്ഷേ എന്താ പറയുക ആഴ്ചയിൽ ഒരു 2 വട്ടമെങ്കിലും ഞാനിപ്പോൾ ഇപ്പോഴാണെച്ചാലും ഒന്നും മുടങ്ങാതെ ഒന്നും ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. നിങ്ങൾക്കും അതുപോലെ ചെയ്യണത് ഏറ്റവും നല്ലതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഏത് ഓയിലാണെച്ചാലും, വിറ്റാമിൻ ഇ ക്യാപ്സൂൾ ആണെച്ചാലും, അലോവേര ജെല്ലാണെച്ചാലും, നല്ലൊരു മോയ്സ്ചറൈസിങ് ക്രീമാണെച്ചാലും, അല്ലാന്നുണ്ടെങ്കിൽ വെർജിൻ കോക്കനട്ട് ഓയിലോ ആൽമണ്ട് ഓയിലോ ബദാം ഓയിലോ എന്നുവെച്ചാൽ ആൽമണ്ട് ഓയിലിന് ബദാം ഓയിലോ ഒലിവ് ഓയിലിനെ കുറിച്ച് പറഞ്ഞാൽ ഒലിവ് ഓയിലോ ഏതാണ് വെച്ചാൽ നിങ്ങൾക്ക് എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇതാ നിങ്ങൾക്ക് ഞാൻ ഉണ്ടാക്കി കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ എന്താ പറയുക ക്യാരറ്റും കുറച്ച് ഇൻഗ്രീഡിയൻസൊക്കെ കൂടി ഇട്ടിട്ടുള്ള ഒരു ഓയിൽ. ആ ഓയിൽ നമ്മുടെ പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാൻ ഒരുപാട് സഹായിക്കുന്നതാണ്. ഞാൻ ആ ഓയിൽ വെച്ചിട്ടാണ് ഫേസ് മസാജ് ചെയ്യാറ്. പിന്നെ എനിക്കൊരു എന്താ പറയുക പുറത്തുനിന്ന് ഒരു ഓയിൽ വാങ്ങിയതാണ്, കുങ്കുമാതിയുടെ ഒരു ഓയിൽ. അത് നിങ്ങൾക്ക് പറ്റുകയാണെന്ന് വെച്ചാൽ വാങ്ങിയിട്ട് ഉപയോഗിക്കരുത്. ഞാൻ വാങ്ങിയിട്ട് കുറേ ആയി പറഞ്ഞാൽ ഒരുപാട് കാലമായി കേട്ടോ. കാരണം ഞാൻ അധികം ഒന്നും എടുത്ത് ഉപയോഗിക്കാറില്ല, അധികവും ഞാൻ ഉണ്ടാക്കിയ ഓയിലാണ് ഉപയോഗിക്കാറ്. അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ ഇവിടെ ഇരിക്കുകയാണ്. അപ്പോൾ വല്ലപ്പോഴും ഇപ്പോൾ ഇത് എടുത്ത് ഉപയോഗിക്കുക. കൂടുതൽ ഓയിലൊന്നും എടുക്കണ്ട. അതുപോലെ തന്നെ മുഖക്കുരുള്ള ആൾക്കാർക്ക് ഓയിൽ കൂടുതൽ പറ്റില്ല, 1-2 ഡ്രോപ്സ് അല്ലാന്നുണ്ടെച്ചാൽ അലോവേര ജെൽ എടുത്തിട്ടാണ് വെച്ചാലും നിങ്ങൾക്ക് ഉപയോഗിച്ചാൽ മതി. എന്ത് തേച്ചാലും മുഖത്ത് മുഖക്കുരു വരും എന്നുള്ള ആൾക്കാർക്കാണ് പറയണത് കേട്ടോ. പുറങ്ങി എണിച്ചത് കൊണ്ട് തന്നെ മുഖമൊക്കെ ഒരു ജാതി ഇരിക്കുന്നുണ്ട്. അപ്പോൾ 2 കൈയിലും കൂടി നമുക്കിതൊന്ന് ഉരച്ച് നമുക്കിതൊന്ന് ചൂടാക്കുക. അതിന് ശേഷം ഞാൻ ഒരുപാട് വട്ടം കാണിച്ചു തന്നതാണ്. പിന്നെ പുതിയ സബ്സ്ക്രൈബറൊക്കെ ഉണ്ട്, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് കാണിച്ചു തരണത്. അപ്പോൾ നമുക്കിത്തിരി കഴുത്തിലും കൂടി തേച്ച് കൊടുക്കാം. ഞാൻ മുഖത്ത് കുറച്ച് തന്നെ തേച്ചിട്ടുള്ളൂ കേട്ടോ. ഞാനൊരു 2 ഡ്രോപ്സ് തന്നെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ കഴുത്തിക്ക് നമുക്ക് 1 ഡ്രോപ്സ് ഒന്ന് എടുക്കാം. അതിന് ശേഷം കഴുത്തിലും നമുക്കിതുപോലെ തേച്ച് കൊടുക്കുക. മുഖത്ത് മുഴുവനും നല്ലപോലെ ഓയിൽ 2 ഡ്രോപ്സ് കാണിച്ചാലും മതി. നമുക്കൊരു എന്തെങ്കിലും തേച്ചിട്ട് ഓയിൽ മസാജ് ചെയ്യണം കേട്ടോ. ഡബിൾ ചിന്ന് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നല്ലൊരു ക്ലിപ്പ് പോലെ നമ്മുടെ കൈ പിടിച്ചതിന് ശേഷം നമുക്കിത് ഇങ്ങനെ ആക്കി കൊടുത്തു എന്ന് പറഞ്ഞാൽ ഡബിൾ ചിന്ന് വരാതിരിക്കാനാണ് കേട്ടോ. ഇത് സ്കിന്നിങ്ങനെ തൂങ്ങുമ്പോഴാണ് അങ്ങനെ വരണത്. അപ്പോൾ ഇത് നല്ലപോലെ വലിച്ചിങ്ങോട്ട് ആക്കി കൊടുക്കണം. നല്ലപോലെ ഇങ്ങനെ ചെയ്യുക. നിങ്ങൾ സ്റ്റാർട്ടിങ്ങിലൊക്കെ ഒരു 5 ടൈം വെച്ച് ചെയ്യുക, പിന്നെ നിങ്ങൾക്കത് കൂട്ടിക്കൊണ്ടുവരാം. ഇങ്ങനെ നമുക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഇതിൻ്റെ വ്യത്യാസം അറിയണമെന്ന് വെച്ചാൽ സിമ്പിളായിട്ടുള്ള മാർഗ്ഗം എന്താ അറിയോ, ഒരു സൈഡിൽ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു സൈഡ് ചെയ്തതും ഒരു സൈഡ് ചെയ്യാത്തതും തമ്മിലുള്ളത്. ഞാൻ എത്രയോ വട്ടം കാണിച്ചു തന്നിട്ടുള്ളതാണ് അത് കേട്ടോ. നല്ലപോലെ വലിച്ച് മേപ്പിട്ട് നമ്മൾ ഇത് ഇങ്ങോട്ട് കൊണ്ടുവരണം കേട്ടോ. ഇങ്ങനെ മേപ്പിട്ടാക്കി നമ്മളൊരു ഫേസ് മസാജ് കൊടുക്കുക. ഈ ഫേസ് മസാജ് കൊടുക്കുന്നതിലൂടെ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടും. ഇതൊക്കെ നമുക്ക് നല്ലതാണ് നമ്മുടെ സ്കിന്നിലേക്ക്. അതുപോലെ തന്നെ നമ്മൾ മൂക്കിൻ്റെ ഇവിടെ ഇങ്ങനെ വലിച്ചു പിടിച്ച് നമുക്കിവിടെ ഇങ്ങനെ ഒരു ഇത് വരുന്നത് തടയാൻ വേണ്ടിയിട്ട് നല്ലൊരു
ഇതാണ് കേട്ടോ. എനിക്ക് അങ്ങനെ ഒരു അടയാളം വന്നപ്പോൾ തൊട്ടിട്ടാണ് ഞാൻ ഈ ഓയിൽ മസാജ് തുടങ്ങിയത്. അതിന് ശേഷം എനിക്ക് അത് കണ്ടിന്യൂസ് ആയി ചെയ്യുമ്പോൾ നമുക്കത് തടയാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. എനിക്ക് റിസൾട്ട് കിട്ടിയ കാര്യങ്ങൾ പറയണത് കേട്ടോ. അല്ലാതെ എനിക്കിപ്പോൾ ഇതിപ്പോൾ ഒരുപാട് അറിയണ ആളൊന്നുമല്ല, ഞാൻ ചെയ്ത് പരിചയിച്ചതാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ. ഇങ്ങനെ നിങ്ങൾ ഇതുപോലെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു 5 വട്ടം ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് 6 ആക്കുക, 7 ആക്കുക, അങ്ങനെ 10ലേക്കോ 15 വരെയൊക്കെ നിങ്ങൾക്ക് ടൈം അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ കണ്ണിനടിയിൽ നല്ലൊരു ഈ നമ്മുടെ മോതിര വിരൽ വെച്ച് വേണം ചെയ്യണം വെച്ചാൽ, കാരണം മോതിര വിരലാവുമ്പോൾ അധികം നമുക്ക് അമർത്തി ഭയങ്കരമായിട്ട് പ്രഷർ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കണ്ണിൻ്റെ അവിടെ സോഫ്റ്റായിട്ട് നമ്മൾ ചെയ്യണം. അതുകൊണ്ടാണ് ഈ മോതിര വിരൽ വെച്ച് ചെയ്യണം എന്ന് പറയുന്നത്. കണ്ണിനടിയിൽ ചുളിവ് വരാതിരിക്കാൻ ഇത് ഒരുപാട് സഹായിക്കും. ഇങ്ങോട്ട് എത്തിക്കണം കേട്ടോ. അങ്ങനെ ഇതെന്തുപോലെ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ കണ്ണിനടിയിൽ നമുക്ക് ഇതുപോലെ റൗണ്ടിൽ ഇങ്ങനെ ക്ലോക്ക് വൈസും അതുപോലെ തന്നെ ആൻറ്റി ക്ലോക്ക് വൈസും ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. ഓക്കെ. അതുപോലെ തന്നെ പുരികം ഇങ്ങനെ തൂങ്ങി നമുക്ക് ഇങ്ങോട്ട് നമ്മളൊരു പ്രായമാകുമ്പോൾ പുരികം തൂങ്ങി വരും. അപ്പോൾ നമ്മൾ ഈ പുരികത്തിൻ്റെ അവിടെ മേപ്പെട്ടായിട്ട് ഇങ്ങനൊരു മസാജ് കൊടുക്കുക. അപ്പോൾ കണ്ടു നമുക്ക് ആ 2 പുരികവും തമ്മിലുള്ള വ്യത്യാസം വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഒരു സൈഡ് ചെയ്യണമെന്ന് വെച്ചാൽ ആ വ്യത്യാസം നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അത് എപ്പോഴും ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് എപ്പോഴും പറ്റാത്തവരാണെന്ന് വെച്ചാൽ ആഴ്ചയിൽ ഒരു 2 വട്ടമോ 3 വട്ടമൊക്കെ ഓരോ ദിവസം ഇടവിട്ട് ചെയ്യണത് ഏറ്റവും നല്ലതാണ്. ഇപ്പോൾ ദാ മുഖത്തിൽ നല്ലൊരു മാറ്റമാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നെറ്റിയിലാണെങ്കിലും മുകളിലേക്ക് നമുക്ക് ആദ്യം ചെയ്യാം. മുകളിൽ നമുക്കിങ്ങനെ ചുളിവ് വരും. നെറ്റിയിൽ നല്ലപോലെ ചുളിവ് എല്ലാവർക്കും വേഗം വരും. അപ്പോൾ അതിനെ ഒന്ന് തടയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ടും ഒരു 5 വട്ടം അങ്ങോട്ടും ഒരു 5 വട്ടം നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുക. ദിവസവും രാവിലെ എണിച്ചതും ചെയ്യണം വെച്ചാൽ ആ പണി ഇങ്ങോട്ട് കഴിയും. പിന്നെ നമുക്ക് ശരിക്കും പറഞ്ഞ് ഒരു പാക്കും കൂടി മുഖം ഒന്ന് നിങ്ങൾ ഫേസ് വാഷ് പൗഡർ ഉണ്ടാക്കി വെച്ചിട്ട് വെച്ചാൽ അതിട്ട് ചെയ്യുക. മുഖം ഒന്ന് കഴുകുക. അല്ലെച്ചാൽ കടലമാവ് വെറും നമ്മുടെ കടലമാവ് മുഖത്ത് തേച്ച് ഒന്ന് കഴുകി കളയുക. അതിന് ശേഷം എന്തെങ്കിലും ഒരു ഫേസ് പാക്ക് ഇട്ട് നമുക്ക് ചായ വയ്ക്കുകയോ എന്തെങ്കിലും പിള്ളേർക്കുള്ള ടിഫിൻ ഉണ്ടാക്കുമ്പോഴേക്കും ഫേസ് എത്തി അങ്ങോട്ട് ഉണങ്ങിക്കോളൂ. അത് കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ രാവിലത്തെ ആ സ്കിൻ കെയർ നമ്മുടെ അതങ്ങോട്ട് കഴിഞ്ഞു. പിന്നെ പെട്ടെന്ന് കുളിച്ച് നമ്മൾ നല്ലൊരു മോയ്സ്ചറൈസിങ് ക്രീം സൺസ്ക്രീനും തേച്ചാൽ അടിപൊളിയാവും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ ശ്രമിച്ച് നോക്ക്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെ ഇപ്പം ഞാൻ ആ ഫേസ് ആ ഡള്ളായിരുന്നുണ്ടായിരുന്നത് നമ്മൾ ഉറങ്ങി എണിച്ചതും മുഖമൊക്കെ ഇങ്ങനെ ഉറക്കച്ചടവോട് കൂടി ഇരുന്നുണ്ടായിരുന്നു. ഈ ഒരു മസാജ് ചെയ്തതോടുകൂടി മുഖമൊക്കെ ഒന്ന് ഉണർവായി കണ്ടു. സ്കിന്ന് ഞാൻ ഇരുന്ന മാതിരിയാണ് ഇപ്പോൾ ഇരിക്കുന്നത്. കണ്ണൊക്കെ നല്ലൊരു ഉണർവ് വന്നു. ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഞാനുള്ള പോലെയല്ല എൻ്റെ മുഖം എനിക്ക് കാണുമ്പോൾ നല്ലൊരു ക്ലിയറായി. കണ്ണിനൊക്കെ ഒരു ഉണർവ് വന്നു അല്ലേ. അതുപോലെ തന്നെ ഇത് ചെയ്യണതിൻ്റെ ഒപ്പം തന്നെ നിങ്ങളിതുപോലെ കഴുത്തിലും കൂടി ഒപ്പം തന്നെ ആ ഒരു മസാജും കൂടി കൊടുക്കുക. ദിവസവും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ. ഇപ്പം അതൊക്കെ മടിയായി. ഇപ്പോൾ വീഡിയോ എടുക്കാനാണെച്ചാലും മടിയാണ്. എന്താ പറയുക, ഞാൻ തന്നെ എൻ്റെ സ്കിന്നിന് ശ്രദ്ധിക്കണതൊക്കെ കുറഞ്ഞു. അങ്ങനെയൊക്കെ ആയി. ദിവസം വിചാരിക്കും ചെയ്യണമെന്ന്. പക്ഷേ ഇപ്പോൾ എന്താണാവോ ഭയങ്കര ഒന്നിനും ഒരു ഉഷാർ തോന്നണില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ഡെയിലി ചെയ്യണമെന്ന് വെച്ചാൽ എൻ്റെ കഴുത്തിൽ എപ്പോഴും കറുപ്പ് വരണം. ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്. അപ്പോൾ കുറേ ആയിട്ട് എൻ്റെ കഴുത്തിൽ കറുപ്പൊക്കെ ഒന്ന് കുറഞ്ഞത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓയിൽ മസാജ് ചെയ്യുമ്പോൾ കഴുത്തിലും കൂടി ചെയ്യുമായിരുന്നു. പാക്ക് ഇടുമ്പോൾ കഴുത്തിലും കൂടി ഇടും. അങ്ങനെയൊക്കെ ചെയ്ത് കഴുത്തിലത്തെ കറുപ്പൊക്കെ മാറിയതായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ ആയിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഒരു സുഖമില്ലാത്തതുകൊണ്ട് തന്നെ നമ്മളിതൊന്നും ചെയ്യാതെ പിന്നെ ആ കഴുത്തിലത്തെ കറുപ്പൊക്കെ ഇങ്ങനെ പിന്നെയും വരിക. ഇപ്പം ഞാൻ മുഖത്തും നോക്കിയൊക്കെ ഒരു 10 മിനിറ്റ് കൊണ്ട് മുഖത്തും കഴുത്തിലും ഞാൻ നല്ലൊരു മസാജ് കൊടുത്തു. ആ ഒരു കണ്ണിൻ്റെ ഒരു ഉണർവും ആ കവിളൊക്കെ ഒന്ന് ഇതൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഇനി കവിള് വേണമെന്നുള്ള ആൾക്കാരാണെന്ന് വെച്ചിട്ടുണ്ടല്ലോ, ഇങ്ങനെ റൗണ്ടിൽ മാറ്റം കണ്ടു. ഇവിടുത്തെ നമ്മളങ്ങനെ ചെയ്താൽ മതി. പിന്നെ നമ്മളൊരു പ്രായമാകുമ്പോൾ കവിള് വേണ്ട എന്നല്ല,
പക്ഷേ നമ്മൾ മേപ്പോട്ട് മുകളിലേക്കായിട്ട് ഒരു മസാജ് കൊടുത്തു കഴിഞ്ഞ് പറഞ്ഞാൽ ആ ഒരു ഇത് മാറി തൂങ്ങിക്കിടക്കണതൊന്ന് മാറി കിട്ടും. ഇത്രയാണ് ഞാൻ സ്കിന്നിന് വേണ്ടി ചെയ്യാറ് കേട്ടോ, ഓയിൽ മസാജായിട്ട്. പിന്നെ ചെറിയ യോഗ സ്റ്റെപ്പുകളൊക്കെ ചെയ്യും, അതും ചെയ്യണത് നല്ലതാണ്. സ്കിന്ന് എന്താ പറയുക, 50 വയസ്സുകാരായിക്കോട്ടെ 60 വയസ്സുകാരായിക്കോട്ടെ എത്ര വയസ്സുകാരായിക്കോട്ടെ, നിങ്ങളുടെ സ്കിന്ന് ആ ഒരു ചുളിവ് വരുമ്പോഴാണ് പ്രായം തോന്നിക്കുന്നത്. അപ്പം ഞങ്ങൾ ഈ സ്കിന്നിന് വേണ്ടിയിട്ട് ഓയിൽ മസാജ് ചെയ്ത് കഴിഞ്ഞ് പറഞ്ഞു ഞാൻ ഉറപ്പ് തരാം, ചുളിവ് നമുക്ക് പരമാവധി തടഞ്ഞു നിർത്താൻ പറ്റും. നിങ്ങളൊരു 28, 29 ഒക്കെ ആകുമ്പോഴേക്കും തന്നെ നിങ്ങൾ സ്കിന്നിൽ നല്ലൊരു മസാജ് കൊടുത്ത് തുടങ്ങിക്കോ, ചുളിവുകൾ വീഴാതെ എന്ന് ചെറുപ്പായിരിക്കാൻ പറ്റും എന്നുള്ളത് ഞാൻ ഉറപ്പ് തരികയാണ്. കാരണം എന്താ വെച്ചാൽ എനിക്ക് നല്ല പോലെ ഇവിടെ ഇങ്ങനെ വര വന്നിട്ടുണ്ടായിരുന്നതാണേ. ഞാൻ ഓയിൽ മസാജ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ആ ഒരു വര വന്നത് മാഞ്ഞു പോയി തുടങ്ങിയത്. അപ്പോൾ ഓയിൽ മസാജ് കൊണ്ട് ഇത്രയും ഗുണമുണ്ടെന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറയുന്നത്. നമുക്ക് എന്താ പറയുക, എന്നും ചെറുപ്പമായിരിക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും കേട്ടോ. ഞാനത് ഉറപ്പ് തരികയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, തീർച്ചയായും ഉറപ്പ് ഞാൻ പറയുകയാണ് നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടും എന്നുള്ളത്. നമ്മൾ സ്റ്റാർട്ടിങ്ങിലൊക്കെ ഡെയിലി നിങ്ങൾ ചെയ്യേ, ഒരു മാസം ഡെയിലി ചെയ്യേ, അതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ആഴ്ചയിൽ ഓരോ വട്ടം വെച്ചിട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. നിങ്ങൾക്ക് ചെയ്തിട്ട് റിസൾട്ട് എങ്ങനെ കിട്ടി എന്നുള്ളത് കുറച്ച് ദിവസം കഴിയുമ്പോൾ മനസ്സിലാവുള്ളൂ. അപ്പോൾ നിങ്ങൾ ആ സമയമാകുമ്പോഴേക്കും കമൻറ്റ് വഴി ഒന്ന് അറിയിക്കുക, ഓയിൽ മസാജ് ചെയ്തിട്ട് റിസൾട്ട് ഇങ്ങനെ കിട്ടിയെന്ന് അറിയുമ്പോൾ എനിക്ക് സന്തോഷമാവും. പിന്നെ ഈ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കണ്ടിച്ചാൽ എൻ്റെ പേര് ദീപാണ്. നിങ്ങൾ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കി നിങ്ങൾക്ക് യൂസ്ഫുള്ളാണ്, ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് വഴി അറിയിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഒരു ലൈക്കും കൂടി ചെയ്യണം കേട്ടോ. നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. ഓക്കെ, ബൈ.